അതെന്താ ഉദയ, വിവാഹത്തിന് ഇനിയൊരു തടസ്സം? മുഹൂർത്തം കുറിക്കാനല്ലേ ജ്യോത്സ്യർ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണോ പറയേണ്ടത്? അതിന് സുമിത്രേന്ദ്രൻ എത്ര ദേഷ്യപ്പെടുന്നേ? എന്റെ ഉദയേട്ടന്റെ മനസ്സിൽ തോന്നിയതൊന്നു പറഞ്ഞു. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? അമ്മായി അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ 3 പേരും കൂടെ അങ്ങ് വിട്ടോ. ജ്യോത്സ്യരെ, രണ്ടുപേരുടെയും തലക്കുറിയുണ്ട്. കളരിക്കൽ തറവാട് അല്ലേ? എന്താണാവോ ആവശ്യം? ഒരു വിവാഹം മുടക്കണം. അനന്തരവന്റേതാണ്. വലിയ വലിയ കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ഇതൊരു പതിവ് കാര്യമാണല്ലോ. നമുക്കത് പുതുമയല്ല. വിവാഹത്തിനുള്ള തീയതി നിശ്ചയിച്ചു. ജാതകങ്ങൾ തമ്മിൽ ഏറെ പൊരുത്തമുണ്ടെന്നാണ് ജ്യോത്സ്യര് പറയുന്നത്. 2 പേർക്കും ദീർഘായുസുണ്ടെന്നും പറഞ്ഞു. ജാതകങ്ങളുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ തിരുമേനി അതൊന്ന് തിരുത്തണം. പ്രഗത്ഭന്മാരായ ആരെങ്കിലും കൊണ്ട് സൂക്ഷ്മ വിശകലനം നടത്തിയാലും വിവാഹം മുടങ്ങുന്ന രീതിയിൽ. ഗൃഹഭരണം തന്നെയാണോ ചെയ്യുന്നത്? അതെ. പക്ഷെ കയ്യിലിരിപ്പ് അതിലും മേലെയാണ്. ജാതകങ്ങൾ തരൂ. ഈ ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടെന്ന് ആരാ പറഞ്ഞേ? തിരുമുറ്റത്ത് ഗോവിന്ദനാശാൻ. കള്ളം. ഈ വിവാഹം മുടക്കാൻ ഞാനായിട്ട് ജാതകങ്ങളിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ജാതകങ്ങൾ തമ്മില് ഒരു കാരണവശാലും ചേരില്ല. പക്ഷേ തിരുമേനി, ആരോ യാഥാർത്ഥ്യം മറച്ചു വെച്ചിരിക്കുന്നു. യാഥാർത്ഥ്യം മറച്ചു വെച്ച് ഈ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ 2 ജാതകങ്ങൾ ചേരില്ല, അതിൽ സംശയം വേണ്ട. ഈ 2 ജാതകങ്ങൾ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാൽ അതിൽ കാണുന്നത് ഒരു മരണമാണ്, ഒരു ദുർമരണം. കളരിക്കൽ തറവാട്ടിലെ ശാപം നിസ്സാരമല്ലല്ലോ. അപമൃത്യു ഏറെ ഉണ്ടായിട്ടുണ്ട് ആ കുടുംബത്തില്. ഞങ്ങൾക്ക് വ്യക്തമായില്ല. പറയാം. പൂർവികർ ബോധപൂർവം മറന്നു കളഞ്ഞൊരു ശാപകഥ നിങ്ങളുടെ തറവാടിനുണ്ട്. അതൊരു വിപ്രശാപമാണ്. അതായത്
ബ്രാഹ്മണ ശാപം. ആ ശാപമനുസരിച്ച് കളരിക്കൽ തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചെത്തുന്ന പെൺകുട്ടി ഏതാനും ദിവസത്തിനുള്ളിൽ നാഗദംശനമേറ്റ് മരിച്ചിരിക്കും. ഉണ്ടോ അങ്ങനെയുള്ള അനുഭവങ്ങൾ? ആ ഉണ്ട്. ഏട്ടന്റെ ആദ്യ ഭാര്യ മരിച്ചത് പാമ്പ് കടിച്ചിട്ടാ. മുത്തശ്ശിയുടെ കാര്യം അങ്ങനെ തന്നെയാ, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി എന്തിനാ സംശയം? ഇപ്പോഴും ആ നാഗശാപം വിട്ടുമാറിയിട്ടില്ല. തറവാടിനെ ചുറ്റിപ്പറ്റി ആ നാഗങ്ങൾ ഇഴഞ്ഞു നടക്കുന്നുണ്ട്, അവരുടെ അടുത്ത ഇരയെ തേടി. അപ്പോ ഈ വിവാഹം നടന്നാൽ മരണം നിശ്ചയം. ഈ ജാതകക്കാരന് ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിയുടെ മരണം നിശ്ചയമാണ്. അത് മാറ്റുക എന്നുള്ളത് മനുഷ്യസാധ്യമല്ല. അറിവില്ലായ്മ കൊണ്ടാണ് ഈ തീരുമാനമെടുത്തതെങ്കിൽ തിരുത്താൻ ശ്രമിച്ചോളൂ. അല്ലെങ്കിൽ അപമൃത്യു തന്നെ കാണേണ്ടി വരും. നിങ്ങൾക്ക് മടങ്ങാം.